ഭാഗ്യലക്ഷ്മി കൂടിയുണ്ട് നമുക്കൊപ്പം. ഭാഗ്യലക്ഷ്മി, പരാതി പറയുന്നവർക്ക് അവസരമില്ലാതെ പോകുന്നു, അത് സംരക്ഷിക്കപ്പെടാൻ ആ തൊഴിലിടത്തിലുള്ള മറ്റു കൂട്ടായ്മകൾ തയ്യാറാവുന്നില്ല. ഇതൊക്കെയാണ് പാർവതിയും പറയുന്നത്. നിങ്ങൾക്കെല്ലാമുള്ള ഒരു അഭിപ്രായവും അതാണ്. അതുകൊണ്ടാണല്ലോ ഈ അമ്മ എന്ന സംഘടന തന്നെ, ആ കൂട്ടായ്മ തന്നെ വിമർശിക്കപ്പെടുകയും ചെയ്തത്. എന്തായാലും ഒരു പുതിയ നേതൃത്വവും പുതിയ സംവിധാനങ്ങളും ഒക്കെ വരുന്നു എന്നതാണ്. അപ്പോൾ ഇത്തരമൊരു സംഘടനയിലെ, സിനിമാ മേഖലയിലെ ഇത്തരൊരു സംഘടനയുടെ പ്രാഥമികമായ പരിഗണനയിൽ വരേണ്ടത്, അല്ലെങ്കിൽ ഇതുവരെ അജണ്ടയിൽ ഉണ്ടാവാത്ത ഇനി അജണ്ടയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഈ തൊഴിൽ സംരക്ഷണവും തൊഴിലിടത്തെ മാന്യതയും നീതിബോധവും ഉറപ്പുവരുത്തലും കൂടിയായി മാറുന്നില്ലേ? ഞാൻ അങ്ങനെ ചോദ്യം ചോദിക്കട്ടെ, ഈ സമൂഹത്തിൽ എവിടെയാണ് സ്ത്രീ സുരക്ഷിതമായി ജോലി ചെയ്യാൻ സാധിക്കുന്നത്? സർക്കാർ തലങ്ങളിൽ പോലും, അതല്ല സിനിമയല്ലാത്ത ഏതൊരു മേഖലയിൽ ജോലി ചെയ്യുന്ന അവിടെ അവളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. അവിടെ സിനിമ എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മേഖലയായതുകൊണ്ടും അവിടെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ മാതിരി ഭാഗ്യം, കഴിവ്, അതെല്ലാത്തിനും അപ്പുറം കുറെ കൂടി ഫ്രീ ആയി ഇടപഴകുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ അങ്ങനെ ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു നിയമം കൊണ്ടുവന്ന് ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ബലാത്സംഗത്തിന് എന്ത് ശക്തമായ നിയമമുണ്ട് എന്ന് കരുതി ബലാത്സംഗം സംഭവിക്കാതിരിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പിലോ ട്രെയിനിലോ അവിടെ ഇവിടെയും യാത്ര ചെയ്യുമ്പോൾ പിച്ചല്, തോണ്ടല്, മാന്തല് എന്തെല്ലാം സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അത് സംഭവിക്കും. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ചുറ്റിലും ഉള്ളവരെ നന്നാക്കാൻ നമുക്ക് പറ്റില്ല. ഇനി എന്തൊക്കെ നിയമം സിനിമയ്ക്കുള്ളിൽ വന്നാലും സ്ത്രീകൾ എവിടെയുണ്ടോ അവിടെ ചൂഷണം സംഭവിക്കും. അപ്പൊ ആ ചൂഷണം സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ശക്തരാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ആ ശക്തി എങ്ങനെയാ കാണിച്ചു കൊടുക്കേണ്ടത്? അത് പ്രതികരിക്കുക തന്നെ വേണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഇവിടെ ഏറ്റവും മുൻനിരയിലേക്ക് വന്നിരിക്കുന്ന നായികമാരെല്ലാം ആദ്യത്തെ സിനിമ മുതൽ വന്നവരാണല്ലോ. അവരാരും 100 സിനിമയോടുകൂടി വന്നവരൊന്നും അല്ലല്ലോ. അപ്പൊ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള പലരിൽ നിന്നും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ചെറുത്ത് നിന്ന് പറയേണ്ട ആളുകളോട് പറയേണ്ട സമയത്ത് പറഞ്ഞു ഉയർന്നു വന്നവരാണവർ, അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഈ പറയുന്ന വിക്ടിംസ് എല്ലാവർക്കും കൂടി സംഘടന ഉണ്ടാക്കുക അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് തീർച്ചയായിട്ടും എതിർത്ത് നിൽക്കാൻ പറ്റും. നിങ്ങൾ ആരും, അല്ലെങ്കിൽ WCC പറയുന്നത് പോലെ മലയാള സിനിമയിൽ 100 സംവിധായകരുണ്ടെങ്കിൽ 100 പേരും പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നവരൊന്നും അല്ല. ടെക്നീഷ്യൻസ് ആവട്ടെ, അല്ലെങ്കിൽ നിർമ്മാതാക്കളാവട്ടെ, മറ്റ് ഇതിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാരും എല്ലാവരും അതിലും ഉണ്ട്. 90 പേര് നല്ലവരാവുമ്പോ 10 പേര് അവിടെ മോശമായ ആളുകളുണ്ട്. ആ 10 പേരെ നമ്മളെ എതിർത്ത് നിൽക്കുക തന്നെ വേണം. എല്ലാവരും ഒന്നും അവിടെ തൊഴിലില്ലാതെ ആക്കൊന്നുമില്ല. അത് ഒരു സംശയമില്ലാതെ ഞാൻ പറയാം. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ 50 വർഷമായല്ലോ നിൽക്കുന്നു. ഈ 50 വർഷത്തിൽ അത്തരം അനുഭവം, ആ അനുഭവം പോടാ എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവർക്കും അത് സാധിക്കും. നമുക്ക് നമ്മളിൽ വിശ്വാസം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതിനിടയിൽ, താങ്കൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കല്ല. എങ്കിലും പക്ഷേ നമ്മൾ ഈ ഹേമ കമ്മിറ്റിയും ഇത്തരം ചർച്ചകൾക്ക് ഉയർന്നു വരുന്ന ഘട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ചില നടിമാരെങ്കിലും അവരുടെ മുൻകാല അനുഭവങ്ങളും സിനിമാ മേഖലയിലെ പൊതുപ്രവണതകളും അല്പം കൂടി പരസ്യമായി ഉന്നയിക്കപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ ഒന്നുകൂടി ആർജവത്തോടെ വിഷയങ്ങളൊക്കെ ഉന്നയിക്കാൻ കഴിയുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് പുറത്തേക്ക് വന്ന സമയത്ത് ഒരു ഭയം സ്വാഭാവികമായും എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാവർക്കും ഉണ്ടായി എന്നുള്ളത് പരമമായ ഒരു സത്യമാണ്. എല്ലാവരും ഭയന്നു പോയി എന്നുള്ള. പക്ഷേ അത് അവസാനം ഒരു പരിഹാസ്യത്തിലേക്ക് അത് പോകും. എന്തുകൊണ്ട്? അത് സ്ത്രീകൾ അതിനെ അർഹിക്കുക ഗൗരവത്തോടു കൂടി പലരും അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. അതിനെ വെറുതെ ഒരു തമാശയായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ട്രോൾ ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് അതിനെ വൃത്തികേടാക്കി കഴിഞ്ഞു. ഒരു സ്ത്രീയുടെ അഭിമാനത്തെ വൃത്തികേടായിട്ടാണ് ഈ കാലഘട്ടത്തിൽ അവരെ ചിത്രീകരിച്ചത്. അതുകൊണ്ട് എന്ത് പറ്റി? ഇൻഡസ്ട്രിയിലെ എല്ലാവരും അങ്ങോട്ട്
ചിരിക്കാൻ തുടങ്ങി, പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. അങ്ങനെയല്ല ഇത് വേണ്ടത്, അങ്ങനെയല്ല. ഇതൊരു സോഷ്യൽ മീഡിയ, ഞാൻ അന്നും പറഞ്ഞ ഇതാണ്, ഇതൊരു സോഷ്യൽ മീഡിയയിൽ കൂടെയോ മാധ്യമങ്ങളിൽ കൂടെയോ നമുക്ക് ഇതിനൊരു പരിഹാരം കിട്ടില്ല. നമുക്ക് പരിഹാരം കിട്ടണമെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ചോദിക്കേണ്ടവരോട് ചോദിക്കണം. ഇത് എത്ര കാലമായി സ്ത്രീകളോട് പറയുന്നു. അപ്പൊ പറയുന്നത് എന്താണ്? എല്ലാവർക്കും അതിനുള്ള ധൈര്യം വരില്ല. ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എന്ത് ധൈര്യത്തിലാണ്, എന്ത് ധൈര്യത്തിലാണ് ഈ പറയുന്നത്? സമൂഹം പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ താഴെ വന്ന ആളുകൾ പറയുന്ന എന്തൊക്കെ വൃത്തികേടുകളാണ്, സ്ത്രീകളെ എത്ര അപമാനിച്ചാണ് ആളുകൾ കമന്റുകൾ ഇടുന്നത്. അങ്ങനെയല്ലല്ലോ ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഇതാണ് എന്റെ നോക്കൂ, ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഈ കേസെല്ലാം കോടതിയിൽ വരട്ടെ. കോടതിയിൽ വരുമ്പോ പറയുന്ന എന്താണ്? അന്ന് ഉടനെ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ഒരുപാട് തെളിവുകൾ സ്ട്രോങ് ആയിട്ട് കൊടുക്കാമായിരുന്നു. ഇതിപ്പോ തെളിവുകളില്ലായ്മ, മറ്റു പലതും, ഇതിങ്ങനെ കുറെ കാലം പിന്നെ ട്രയൽ പോയി അവസാനം ഈ സ്ത്രീ ഒരു പരാജയപ്പെടുന്ന അങ്ങനെ പോകരുത് എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഒരിടത്തും ഒരു സ്ത്രീയും പരാജയപ്പെടരുത്. അവൾ വിജയിക്കണമെങ്കിൽ അവൾ പ്രതികരിക്കണം, ശക്തമായി പ്രതികരിക്കണം. അതാണ് എന്റെ അഭിപ്രായം. അഭിനേത്രി ഉഷ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി ഉഷ, താങ്കൾ മുമ്പും നമ്മളൊക്കെ ചർച്ച